ഹായ് എവരിവൺ. അപ്പം ഞാൻ വന്നിരിക്കുന്നത് 2 സ്റ്റോറി പറയാനായിട്ടാണ് കേട്ടോ. ഈ നെഗറ്റീവ് എനർജീനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അപ്പോൾ ചിലർക്ക് വിശ്വാസം ഉണ്ടായിരിക്കാം, ചിലർക്ക് വിശ്വാസം ഉണ്ടായിരിക്കില്ല. ചിലർക്ക് അതിനെക്കുറിച്ചിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു തരാനൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത 2 സംഭവങ്ങൾ ആണ് കേട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ചെറിയ ചാനലാണ്. അത് അധികം പേരൊന്നും കാണണില്ല. കുറച്ച് പേരൊക്കെ കാണുന്നുള്ളൂ. അപ്പോൾ ചിലരൊക്കെ എന്നെ എന്താ പറയുക കളിയാക്കണൊക്കെ ഉണ്ടാവും ഇങ്ങനെ പറയുമ്പോൾ. ചിലപ്പോൾ ചിലർ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷെ എന്നാലും എനിക്ക് പറയണം എന്ന് തോന്നിയപ്പോൾ പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ഞാൻ ടെറസിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര കച്ചറയൊക്കെ കിടക്കുന്നുണ്ട്. അതൊന്നും അധികം ശ്രദ്ധിക്കാൻ പോണ്ട. അത് നമുക്ക് പിന്നെ വൃത്തിയാക്കാം. ഇപ്പോൾ കുട്ട് താഴെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നതാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ അതിലത്തെ ഫസ്റ്റ് സ്റ്റോറിയിലത്തെ കഥാനായകൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊക്കെ ജനിക്കാനായിട്ട് മുന്നുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പം ഞാൻ ജനിക്കാനായിട്ട് മുന്നുള്ള സ്റ്റോറി ആകുമ്പോൾ ഞാനെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു തരാം. ഞാൻ അതിൻ്റെ തെളിവുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയണത്. അപ്പം ഞങ്ങളുടെ പഴയ വീടെന്ന് വിചാരിച്ചാൽ ഞാനൊക്കെ ജനിക്കാനായിട്ട് മുന്നേ ഉണ്ടായിരുന്ന ഒരു വീട് പാടത്തായിരുന്നു കേട്ടോ വീട്. അച്ഛനും അമ്മയും തറവാട്ടിൽ നിന്നൊക്കെ മാറിയിട്ട് വീട് വെച്ചിരിക്കുന്നത് ഒരു പാടത്ത് സ്ഥലം വാങ്ങിച്ചിട്ടാണ് വീട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കറണ്ടൊന്നുമില്ല. ആ പാടത്തേക്ക് ഇറങ്ങണതിൻ്റെ അവിടെ നിന്ന് മുതൽ ഇങ്ങോട്ട് കറണ്ടില്ല. അപ്പോൾ പിന്നെ ഊഹിക്കാമല്ലോ രാത്രിയിലത്തെ കാര്യം. മണ്ണെണ്ണ ചിമ്മിനി കത്തിച്ചിട്ടാണ് കണ്ണൊക്കെ കാണുമായിരുന്നത് കേട്ടോ. അതിപ്പോൾ ഞാനൊരു 4ാം ക്ലാസ്സിൽ പഠിക്കണവരെയും അവിടെ അങ്ങനെയായിരുന്നു. പിന്നെ 4ാം ക്ലാസ്സിലായപ്പോൾ അതുവരെയല്ല, അത് കഴിഞ്ഞിട്ടും അവിടെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ അച്ഛൻ്റെ ജോലി സ്ഥലത്തേക്ക് മാറി വേറെ വീടൊക്കെ എടുത്ത് അവിടെ താമസാക്കി. അപ്പോൾ പിന്നെ ഞങ്ങൾ കറണ്ടുള്ളിടത്തേക്ക് പോയി. ആ സ്ഥലം അങ്ങനെ തന്നെയായിരുന്നു അപ്പോഴും. പിന്നെ എപ്പോഴാണ് നേരെയൊക്കെയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ കറണ്ട് ഇല്ലാത്ത സ്ഥലമാണ്. പിന്നെ കുഞ്ഞോട് വീടാണ്. 2 റൂമും 2 ബെഡ്റൂമും ഒരു ഹോളും അടുക്കളയും, അങ്ങനെ കുഞ്ഞൊരു വീടാണ്. ആ ബെഡ്റൂമൊക്കെ നല്ല ഇരുട്ട് പിടിച്ച റൂമാട്ടോ. ഓടാകുമ്പോൾ വെളിച്ചമൊന്നും ഉണ്ടാവില്ലല്ലോ. മരത്തിൻ്റെ ജനലും മരത്തിൻ്റെ വാതിലും. അപ്പോൾ ജനൽ തുറന്നാൽ മാത്രമേ വെളിച്ചം കിട്ടുള്ളൂ. അങ്ങനെ ഒരു വീട് എനിക്കൊക്കെ ഓർമ്മയുണ്ട്. എനിക്ക് പേടിയായിരുന്നു ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ റൂമിലേക്ക് പോകാനൊക്കെ. പിന്നെ ഒരു സ്റ്റോർ റൂമും ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാൻ പേടിയായിരുന്നു എനിക്കൊക്കെ ചെറുപ്പത്തിൽ. നല്ല ഇരുട്ടാണ് കേട്ടോ ഉണ്ടാവുക അവിടെയൊക്കെ. അങ്ങനെ അതൊരു കാലം. അപ്പോൾ അവിടെ കുറേ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ചെറുപ്പത്തിലുള്ളത് അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പോൾ ഈ സ്റ്റോറി ഇത് പറയാം, ഇതിലേക്ക് വരാം. അപ്പം എന്താണെന്ന് വെച്ചാൽ കറണ്ടില്ല. പിന്നെ ടോയ്ലറ്റ് അകത്തില്ല, വാഷ്റൂം അകത്ത് ഇല്ല. പുറത്തും അതും മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കിണറൊക്കെ കഴിഞ്ഞ് കുറേ അങ്ങോട്ട് നീങ്ങിയിട്ടാണ് വാഷ്റൂം ഉള്ളത്. അപ്പോൾ നമ്മൾ രാത്രിയായാലും അങ്ങോട്ട് പോകണം. പകൽ പിന്നെ വിഷയമില്ല. പകൽ പോകണമെങ്കിലും കിണറിന്ന് വെള്ളം കോരിയിട്ടൊക്കെ വേണം കേട്ടോ പോവാനായിട്ട്. അപ്പം എനിക്ക് മാത്രം സുഖമായിരുന്നു. ഞാൻ ചെറുതാവുമ്പോൾ എനിക്ക് മാത്രം സുഖമായിരുന്നു. കാരണം എന്നെ വെള്ളം കോരാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ ചേച്ചിമാരൊക്കെ വെള്ളം കോരി തന്നിട്ട്, അല്ലെങ്കിൽ അമ്മ വെള്ളം കോരി തന്നിട്ടൊക്കെയാണ് ചെയ്യായിരുന്നേ, പറഞ്ഞേക്കുള്ളൂ. അപ്പോൾ പക്ഷെ ഇത് ഞാൻ ഞാൻ വെള്ളം കോരാറാകുമ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് മാറിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അതിന്നൊക്കെ. പക്ഷെ ഞാൻ ജനിക്കാനായിട്ട് മുന്നുള്ള കാര്യം കേട്ടോ ഞാൻ പറയണേ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞേ, വാഷ്റൂമിലേക്ക് പോകണത്. വാഷ്റൂമിലേക്ക് രാത്രിയും പുറത്ത് പോകണം. അപ്പോൾ ഞങ്ങളൊക്കെ പോകണമെങ്കിൽ അമ്മ കൂട്ടുവരും. അപ്പോൾ അവർക്കൊന്നും പേടിയില്ല കേട്ടോ. പേടിയെന്ന് പറഞ്ഞ സംഭവമില്ല. രാത്രിയൊക്കെ അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്ക് പോകും, വാഷ്റൂമിലേക്ക് പോകും. അങ്ങനെയാണ്. അപ്പോൾ ഇതുമാതിരി രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ പോയി വാഷ്റൂമിലേക്ക് പോകാൻ വേണ്ടി പോയപ്പോൾ ആള് വാഷ്റൂമിലേക്ക് പോയില്ല, മുറ്റത്ത് തന്നെ ഇരുന്നു. ഇരുട്ടല്ലേ, കുറ്റാക്കൂരി ഇരുട്ടാണ്. അടുത്തൊന്നും വീടില്ല. വീടുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് ചിമ്മിണി വിളക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ടോർച്ച് കൊണ്ടാണ് ആൾ പോയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് അച്ഛനും അമ്മയും പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഈ കഥ. അല്ലാതെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ കേൾക്കുകയാണ്, അങ്ങനെ എന്തോ തല്ലണ ശബ്ദം കേട്ടു. അപ്പം അമ്മ വിചാരിച്ചു എങ്ങാനും പാമ്പായിരിക്കും, പാമ്പിനെ തല്ലി കൊല്ലിയാവും, അടിക്കണ ശബ്ദമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനില്ല, ചേച്ചിമാർ ചെറിയ കുട്ടികളാണ്. അപ്പം അമ്മ ചിമ്മിണി വിളക്ക് എടുത്തിട്ട് ഓടിച്ചെന്നു.
ഇരുട്ടത്തല്ലേ പോയിക്കണേ, പാമ്പാണോ, പാമ്പ് കടിച്ചോ എന്നൊക്കെ വെച്ചിട്ട് പേടിച്ച് ഓടിച്ചു ചെന്നപ്പോൾ അച്ഛൻ സ്വയം പുറത്തേക്ക് തല്ലുകയാണെന്ന് ടോർച്ച് വെച്ചിട്ട്, സ്വന്തം ടോർച്ച്, കയ്യിലുള്ള ടോർച്ച് വെച്ചിട്ട് പുറത്തേക്ക് തല്ലുകയാണ്. എന്താണ് പോ പട്ടി പോ പട്ടി എന്ന് പറഞ്ഞിട്ട് തല്ലുകയാണെന്ന്. അപ്പോൾ അമ്മ വിളക്കും കൊണ്ട് വന്നപ്പോൾ പിന്നെ ഒന്നും കാണാനില്ല. അപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറയണ ഒരു പട്ടി വന്നിട്ട് പുറത്തേക്ക് ചാടി കയറി, പിന്നെ അത് വിടണില്ല, പുറത്തിങ്ങനെ ഞണ്ടി പിടിച്ചിരിക്കുകയാണെന്ന്. പക്ഷെ അമ്മ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല, കണ്ടതുമില്ല. അപ്പം അമ്മ വന്നപ്പോഴത്തേനും കാണാണ്ടായി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അപ്പോൾ ഈ ടോർച്ച് മറ്റേ പണ്ടുള്ള ടോർച്ച്, മറ്റേ കുഞ്ഞ് ഫിലമെന്റ് ബൾബ് ഇടുന്ന ടോർച്ച്, 3 വലിയ ബാറ്ററി, ഇത്ര പോകുന്ന ബാറ്ററി ഉണ്ടാവില്ലേ വലുത്, എനിക്ക് എന്താ പറയാന്ന് എനിക്കറിയില്ല, അങ്ങനത്തെ വലിയ 3 ബാറ്ററി ഉള്ളത്. അപ്പോൾ അത് എത്ര നീളമൊക്കെ ഉണ്ടാവും ആ ടോർച്ചിന്, സ്റ്റീലിൻ്റെ ഇത്ര നീളമൊക്കെ ഉണ്ടാവും ഏകദേശം. 3 വലിയ ബാറ്ററി, ഇത്രയും പോകുന്ന ബാറ്ററി ഇടുന്ന വട്ടത്തിലുള്ള ബാറ്ററി, അതിടുന്ന ടോർച്ചാണ്. അത് അതിൻ്റെ ഫുൾ ബാക്ക് വശമൊക്കെ ഞളങ്ങി നാശമായിട്ടുണ്ട്. ഈ സ്റ്റീലിൻ്റെ ബോഡിയാണ് കേട്ടോ അതിന്, അതൊക്കെ ഞളങ്ങി നാശമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയില്ല കേട്ടോ, അത് എന്ത് സംഭവം എന്നറിയില്ല. അപ്പോൾ നേരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനത് ഫീൽ ചെയ്തു. അച്ഛൻ അപ്പോൾ പട്ടി ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്, പട്ടി പുറത്തേക്ക് ചാടി കയറിയപ്പോൾ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് കയ്യിലുണ്ടായിരുന്ന ടോർച്ച് കൊണ്ട് പട്ടീനെ തല്ലിയെന്നാണ് പറയണത്. പിന്നെ ഞാനൊക്കെ ജനിച്ചിട്ടും, പക്ഷെ ടോർച്ച് നാശമായിട്ടില്ല കേട്ടോ, പണ്ടത്തെ സാധനങ്ങൾ അങ്ങനെയാണല്ലോ, നാശമാവില്ലല്ലോ. അപ്പോൾ ഞാൻ ജനിച്ചിട്ടും എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ ആ ടോർച്ച് വീട്ടിലുണ്ട്. ആ ടോർച്ചിൽ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ അത് കത്തുമായിരുന്നു. അപ്പോൾ ആ ടോർച്ച് തന്നെ ഉപയോഗിച്ചായിരുന്നേ. അപ്പോൾ ഇതിങ്ങനെ ഞളങ്ങി, ഇതെന്താന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ടോർച്ച് എടുക്കുമ്പോൾ ഈ ഒരു കഥ ഇവർക്ക് ഓർമ്മയിലുണ്ടാവും എപ്പോഴും. അപ്പോൾ ഇവരിത് എപ്പോഴും പറയണ ഒരു കഥയായിരുന്നു ഇത്. അപ്പോൾ അത് എനിക്ക് നല്ല ഓർമ്മയിലുണ്ട്. അങ്ങനെ ആ ടോർച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, അതാ ഞാൻ പറഞ്ഞ തെളിവ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അങ്ങനെ അതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് കേട്ടോ. പിന്നെ എന്തോ കുട്ടിക്കാലത്ത് അങ്ങനത്തെ കഥകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെ അന്നൊക്കെ ഇത് സർവ്വസാധാരണമായിട്ടുള്ള കഥകളാണല്ലോ ഇങ്ങനത്തെ കഥകളൊക്കെ പറയല്. ഇങ്ങനത്തെ കുറേ കഥകളൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടും അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല, കേട്ടിട്ടും അങ്ങനെയൊക്കെ വളർന്നത് കൊണ്ടായിരിക്കാം ഒരുപാട് വർഷം കഴിഞ്ഞ് ഞങ്ങൾ വീടൊക്കെ മാറി, എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇതാ കുട്ടുണ്ടായതിന് ശേഷം ഞാൻ വീട്ടിലാണ് അന്ന്. വീട്ടിൽ എല്ലാവരും വന്നിട്ടുണ്ട്, ചേച്ചിമാരും മക്കളും എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഉറങ്ങില്ല, അന്ന് രാത്രി ഉറക്കമുണ്ടാവില്ല. ഫുള്ള് വർത്താനം പറഞ്ഞിട്ട് ഒരു റൂമിൽ തന്നെ കൂടും എല്ലാവരും. അച്ഛൻ മാത്രം പുറത്ത് കിടക്കും. വല്ലാതെ ശബ്ദം ചിരിയും കേൾക്കുമ്പോൾ എനിക്ക് വന്നിട്ട് എന്താ നാട്ടുകാർക്ക് ഉറങ്ങണ്ടേ, പിള്ളേരെ മിണ്ടാണ്ട് കിടക്കുമെന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ട് പൂട്ടാം. അപ്പോൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് മിണ്ടാണ്ടിരിക്കും, പിന്നെ വീണ്ടും തുടങ്ങും. അതിന് വേണ്ടിയിട്ടാണ് ഒരുമിച്ച് കിടക്കണം എല്ലാവരും. അപ്പം ഇങ്ങനെ കട്ടിലിന്മേൽ അമ്മയും ചേച്ചിയും കിടക്കുന്നുണ്ട്, താഴത്ത് ഞാനും കുട്ടും കുറേ പിള്ളേർ എല്ലാവരും കൂടി നിരന്നിങ്ങനെ കിടക്കുക കേട്ടാ. അപ്പം ഞാനും പിള്ളേരൊക്കെ കമ്പനി. ഭയങ്കര വർത്തമാനം ഇങ്ങനെ പറഞ്ഞ് ഒരു 12 മണി, 12 മണി പോരാ, 2 മണി 3 മണിയൊക്കെ ആയി കാണണം. അപ്പോഴേക്കും ഉറങ്ങിയപ്പോൾ നല്ല ഉറക്കമായിട്ടുണ്ട്. അപ്പം എൻ്റെ ഞാൻ അങ്ങനെ കാല് നീട്ടിയിട്ട് വാതിലിൻ്റെ അവിടേക്കാണ് കാല് നീട്ടി കിടക്കണേ. അപ്പോൾ എൻ്റെ കാലിന്മാരെ ചവിട്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഇങ്ങനെ പ്രായമായ ഒരാളുടെ കാല് പോലെ, അതായത് നല്ല ഇങ്ങനെ റഫായിട്ടുണ്ടാവണ കാലില്, ഇങ്ങനെ വിണ്ട് കീറിയിട്ടൊക്കെ ഉള്ള റഫായിട്ടുള്ള കാല്, അങ്ങനത്തെ കാലുകൊണ്ട് ഒരു ചവിട്ട് കിട്ടി എൻ്റെ കാലിന്. അപ്പം ഞാൻ വിചാരിച്ചു അമ്മ ബാത്റൂമിൽ പോകാൻ എനിക്കതാവും ലൈറ്റ്, ഞങ്ങളുടെ ഉറക്കം കളയണ്ട വെച്ചിട്ട് ലൈറ്റ് ഇടാണ്ട് പോവാവും എന്ന് വെച്ചിട്ട് ഞാൻ മിണ്ടാണ്ട് കിടന്നു. പിന്നെ അമ്മ വാതിലിൻ്റെ അടുത്തെത്തി, വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടില്ല. പിന്നെ ആ വീടിനാണെങ്കിൽ അകത്ത് ബാത്റൂം ഉണ്ട്, കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് എല്ലാ ബെഡ്റൂമിനും കൂടിയിട്ട്. അപ്പോൾ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് വേണം വാഷ്റൂമിലേക്ക് പോകാനായിട്ട്. പിന്നെ എന്നാലും അങ്ങോട്ട് ഹോളിലേക്ക് കടന്നതിന് ശേഷം ലൈറ്റ് ഇടേണ്ടതല്ലേ, ലൈറ്റ് ഇടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇരുട്ടത്താണോ പോണത്, വല്ലതും തട്ടിത്തടഞ്ഞ് വീഴില്ലേന്നും വിചാരിച്ചു. എന്നിട്ടും ഒരനക്കൂല്ല. അപ്പം എനിക്ക് പേടിയായി. അപ്പം ഞാൻ വിചാരിച്ചു അമ്മ നിങ്ങൾ എനിറ്റില്ലേ, നിങ്ങൾ ബാത്റൂമിലേക്ക് പോകാൻ എനിറ്റിട്ടുണ്ടായിരുന്നോ, എന്നെ ആരാ ചവിട്ടിയേന്ന് ചോദിച്ചു. അപ്പോൾ കട്ടിലിൻ്റെ മുകളിൽ കിടക്കാൻ ചേച്ചി ഉണർന്ന് കിടക്കായിരുന്നു തോന്നുന്നു. ചേച്ചി പെട്ടെന്ന് ലൈറ്റ് മറ്റേ ബെഡിൻ്റെ അവിടെ നിന്നുള്ള ലൈറ്റ് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ അമ്മയൊക്കെ നല്ല ഉറക്കം, എല്ലാവരും നല്ല ഉറക്കം. അപ്പോൾ പറഞ്ഞു വെറുതെ വരുന്ന പറയാതെ കിടന്നുറങ്ങിക്കോ,
എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് കിടന്നുറങ്ങി. പക്ഷെ എനിക്ക് ഉറപ്പാണ് എൻ്റെ കാലിന്മേ ആരോ ചവിട്ടി. അതെനിക്ക് നല്ല ഫീൽ ചെയ്തതാണ്. അതെന്താന്ന് എനിക്ക് ഇതുവരെ എന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെയും ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പറയണമെങ്കിൽ ഇതിന് നിങ്ങളെങ്ങനെ റെസ്പോൺസ് തരും ഒന്നറിയണം, എന്നിട്ട് പറയാട്ടോ. എന്നെ എന്താ പറയുക, വിശ്വസിക്കണം. ഞാൻ പറയുന്നത് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. മറ്റുള്ളവർക്ക് വിശ്വാസം ഉണ്ടായിരിക്കില്ല, പക്ഷെ എനിക്ക് എന്തോ ഫീൽ ചെയ്തതാണത്. അങ്ങനെ. അപ്പോൾ ഈ 2 കഥകൾ ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായോ, അത് എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം എന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ വല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ട് പറഞ്ഞോളൂ. എനിക്കറിയില്ല എന്താ അതിന്റെ സത്യം എന്നൊന്നും. അങ്ങനെ അതാണ് 2 കാര്യങ്ങൾ. പിന്നെയും ഞാൻ കുട്ടിക്കാലം മുതൽ കുറേ ഇങ്ങനത്തെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെയുള്ള കഥകളൊക്കെ ഇനി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ, ഞാൻ ഈ കഥ പറയുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും കഥയായിട്ടോ വീഡിയോ ആയിട്ടോ വീണ്ടും വരാം. അപ്പോൾ ബൈ.